പറ്റി? അതെ, എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരിയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യും. പിന്നെ നല്ല പ്രോഗ്രാമിനുകളിലൊക്കെ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വിളിച്ചാലൊട്ട് എടുക്കാതായി, മെസ്സേജ് ഇല്ല, ഒരു കോളില്ല, വിളിച്ചാലൊട്ട് എടുക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് തുറന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ അവൾ ഒരുപാട് മാറി, എന്ത് പറ്റിയതാണ് അറിയാൻ കഴിയും. ഇവിടെ എനിക്ക് നാട്ടിൽ പോകണം. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. മാസങ്ങളെ ഞാൻ ലീവ് ചോദിക്കുന്നു, ലീവ് തരുന്നില്ല, പോകാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ പാസ്പോർട്ട് തരുന്നില്ല. ഞാൻ എന്താ ചെയ്യാം? എനിക്ക് പോയേ പറ്റൂ. എൻ്റെ അമ്മ ഹോസ്പിറ്റലാണ്, അമ്മ ആവശ്യതന്നെയാണ്, എനിക്ക് പോയേ പറ്റൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരല്ലേ, ഞങ്ങളോട് തുറന്ന് പറയാൻ പാടില്ല? എനിക്ക് എന്ത് പ്രശ്നത്തിന് പരിഹാരമില്ലേ? ഈ സമാധാനിക്കും. പോകേണ്ട കാര്യം നമുക്ക് നോക്കാം. ഇപ്പം തന്നെ സ്ഥിതിഗതികൾ വളരെ മോശമായി. ഇവിടെ കിടന്ന് ആദ്യം തിരിഞ്ഞ് നമുക്ക് പോലീസിനെ പിടിക്കപ്പെട്ടാൽ ഏത് ജയിലിലാണ് കൊണ്ടിടുക, എത്ര നാൾ കഴിഞ്ഞ് കയറ്റിവിടാമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സംഗതി വഷളാവാതെ നമുക്ക് അവരെ കയറ്റിവിടുന്ന കാര്യങ്ങൾ, നമുക്ക് പാസ്പോർട്ട് മേടിച്ചിട്ട കാര്യങ്ങൾ ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ. അമ്മേ, ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ. നിത്യ, നീ എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയെന്ന് കേട്ടല്ലോ. അതാ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാനും നാട്ടിലേക്ക് പോവാണ്. ഈ സന്തോഷത്തോടു കൂടി പോകും. എല്ലാവിധ ആശംസകളും. മാതാപിതാക്കളോടുള്ള കടമയും മക്കളോടുള്ള കടമയും ഒരേപോലെയാണ്. പോയ കാലം മുഴുവൻ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മളുടെ മക്കളെയും സംരക്ഷിക്കുന്നു അവർ. അവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ വേണം അവർക്ക് കൂട്ടാവാൻ. അവഗണിക്കപ്പെടേണ്ടവരല്ല അവർ, സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഈ അവസ്ഥ ഓരോ പ്രവാസിയുടെയും അവസ്ഥയാണ്. നമ്മൾ പ്രവാസികൾ കരുതിയിരിക്കുക. ഏത് സമയവും പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്. പല കാരണങ്ങൾ, വ്യക്തിപരമായ കാരണങ്ങൾ, യുദ്ധം, ജോലി നഷ്ടം, കോവിഡ് പോലെ മഹാമാരികൾ, ഭൂകമ്പം, അങ്ങനെ പലതുമാകാം. നമ്മൾ ഇവിടെ ദേശാടനക്കിളികൾ പോലെ ആവരുത്. നാളെയെപ്പറ്റി ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. ഓരോ പ്രവാസിയും എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുക. കരുത്തുള്ള കാലം കരുതലായി കരുതി ജീവിക്കുക.